നമ്മുടെ മീശക്കാരൻ സിംഹം പാറോടയിൽ വീണപ്പോ അവനെ രക്ഷിക്കാൻ ഞാൻ പ്രയോഗിച്ച ഒരു സൂത്രമുണ്ട്. അത് പ്രയോഗിച്ചാലോ? അല്ലെങ്കിൽ അത് വേണ്ട. നമ്മുടെ കരിങ്കണ്ണൻ കടുവയില്ലേ, വലിയ വീരനാ. പക്ഷേ കുഴി വീണപ്പോ ഞാൻ തന്നെ വേണ്ടി വന്നു. ആ വിദ്യ ആയാലോ? കുട്ടിക്കുറുമ്പ, സൂത്രൻ ചേട്ടനൊരു വീരൻ തന്നെ അല്ലേ? അതെ അതെ. പിന്നെ നമ്മുടെ ഇല്ലിക്കാട്ടിലെ മലമ്പാമ്പ് ചേട്ടനില്ലേ, ചേട്ടൻ ഒരിക്കൽ കാട്ടുതീയിൽ പെട്ടു. രക്ഷിക്കാനും ഒരുത്തനും വന്നില്ല. ഒടുവിൽ ഞാൻ തന്നെ വേണ്ടി വന്നു. മലമ്പാമ്പാണ് പോലും മലമ്പാമ്പ്. എന്ത് കാര്യം! നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്. ആനച്ചേട്ടാ, പേടിക്കണ്ട, നമ്മുടെ സൂത്രൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടനെ രക്ഷിക്കാനുള്ള വഴി സൂത്രൻ അറിയാം. എനിക്ക് പേടിയാവുന്നു. ഒന്ന് വേഗം രക്ഷിക്കണടാ മക്കളെ. കുരുവിപ്പെണ്ണേ, എന്തായി? കരടിച്ചേട്ടൻ എത്തിയോ? അങ്ങനെ നിങ്ങളാ വക്കുകൾ ഇടിക്കൂ. ഒരാള് തടികൾ വാരിയിടൂ. കരടി ആശാനെ, ആ വലിയ തടി കൂടി എടുക്കണേ. അങ്ങനെ ഒന്ന് വേഗമാകട്ടെ. ഒന്ന് വേഗമാകട്ടെ. വേട്ടക്കാർ വരുന്നതിന് മുമ്പ് ചേട്ടനെ എങ്ങനെയെങ്കിലും കരയിൽ കയറ്റണം. അയ്യോ അയ്യോ, ദേ കൊരങ്ങച്ചൻ കുഴിയിൽ. സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി നീ ആനപ്പുറത്ത് തന്നെ ഇരുന്നോ. ആനച്ചേട്ടനോടൊപ്പം നിനക്കും കയറാം. ഇനി ആ കയറിൽ പിടിക്കൂ. മുകളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്ക്. അയ്യോ, എനിക്ക് വയ്യ. എനിക്കിതിൽ നിന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ജീവൻ വേണമെങ്കിൽ ഇനിയും ശ്രമിക്ക്. വേട്ടക്കാർ വന്നാൽ എല്ലാം അവസാനിക്കും. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. നമുക്കൊന്നുകൂടി ശ്രമിക്കാം. അയ്യോ, ഇല്ല, സാധിക്കില്ല മക്കളെ.
എന്നെ രക്ഷിക്കാൻ നിന്നാൽ നിങ്ങളെയും വേട്ടക്കാരൻ പിടിക്കും. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇവിടെ കിടന്നോളാം. അതാവും എന്റെ വിധി. ശക്തിശാലിയായ ചേട്ടന് ഈ കിടങ്ങിൽ നിന്ന് കേറാൻ പറ്റും. ആഞ്ഞു പിടിച്ചോ, ആഞ്ഞു വലിച്ചോ, ഒത്തു പിടിച്ചോ, ആഞ്ഞു പിടിച്ചോ. മക്കളെ, എല്ലാവർക്കും നന്ദി. അങ്ങനെ സൂത്രം ചേട്ടന്റെ സൂത്രം വലിച്ചു. അതെ അതെ, സൂത്രം വലിച്ചു. ഇതൊക്കെ എന്ത്? സൂത്രന്റെ സൂത്രം മാത്രമല്ല, നമ്മളുടെ കൂട്ടായ ശ്രമം കൂടിയാണ് ആനച്ചേട്ടനെ രക്ഷിക്കാൻ സാധിച്ചത്.